ACN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് നഗരസഭയിലെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി. CDS മുൻ മെമ്പർ സെക്രട്ടറിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിൽ പ്രവർത്തനം ആരംഭിച്ചു. സായി ഗ്രാമത്തിൽ ബഡ് സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി C. രവീന്ദ്രനാഥ്. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് നഗരസഭയിലെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട് CDS മുൻ മെമ്പർ സെക്രട്ടറിക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാസർഗോഡ് നഗരസഭയിൽ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ നടന്ന വ്യാപകമായ അഴിമതിക്കെതിരെ പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ സംഘടനകളും ശക്തമായി പ്രതിഷേധിക്കുന്ന വേളയിലാണ് വിജിലൻസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നഗരസഭ CDS മുൻ മെമ്പർ സെക്രട്ടറിയായ ആരോഗ്യവകുപ്പ് ജീവനക്കാരനെതിരെയാണ് വിജിലൻസ് കേസെടുത്തത്. അഴിമതി നിരോധന നിയമം, കൃത്രിമരേഖ ചുമക്കൽ, വഞ്ചന തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അഴിമതി വിരുദ്ധ സംഘടനയായ GHMന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ CIP ബാലകൃഷ്ണൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം നഗരസഭാ ഓഫീസിലെത്തി പരിശോധന നടത്തി. 2015-16 വർഷത്തെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ മാനദണ്ഡങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഗുണഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കിയതെന്ന് വിജിലൻസ് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ഇതേ തുടർന്നാണ് പിടിച്ചെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. അധികാരത്തിലെത്തിയ LDF സർക്കാർ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നുവെന്നാരോപിച്ചാണ് മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്തു നിന്നും തുടങ്ങിയ പ്രകടനം കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതിഷേധ മാർച്ച് യൂത്ത് ലീഗ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK സുബൈർ ഉദ്ഘാടനം ചെയ്തു. എല്ലാം ശരിയാകും LDF വന്നാൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യ കമ്പനി നടത്തിയിട്ടുള്ള വ്യാപകമായ വ്യാജ പ്രചരണത്തിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള LDF ഭരണകൂടം, പരസ്യത്തിലൂടെ അധികാരത്തിൽ വന്ന LDF ഭരണകൂടത്തെ പരസ്യമായി വിചാരണ ചെയ്യുന്നതിന് വേണ്ടിയാണ് യൂത്ത് ലീഗ് സർക്കാരിന്റെ എതിരെയുള്ള ജനകീയ പ്രക്ഷോഭം നടത്തിയത്. ജനപക്ഷത്ത് നിന്ന് വർത്തമാനം പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് അധികാരത്തിലെത്തിയിട്ട് 8 മാസമായിട്ട് എട്ടും പൊട്ടും തിരിയാത്ത ഒരു മുഖ്യമന്ത്രിയുടെ ചിത്രമാണ് ഇപ്പോഴും കേരളം. ജില്ലാ പ്രസിഡന്റ് അഷറഫ് എടനീർ അധ്യക്ഷത വഹിച്ചു. MLA-മാരായ NA നെല്ലിക്കുന്ന്, PB അബ്ദുൾ റസാഖ്, ചെറുക്കളം അബ്ദുള്ള, CT അഹമ്മദ് അലി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, ഇസ്മയിൽ വയനാട്, A അബ്ദുൾ റഹിമാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി TD കബീർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ഗവൺമെന്റ് കരാർ മേഖലയിലെ പ്രശ്നങ്ങൾ കൺവെൻഷനിൽ ചർച്ചയായി. ഗവൺമെന്റ് കരാർ മേഖലയിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രൂക്ഷമായ സാഹചര്യത്തിലാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനകളിലെ കരാറുകാരെ ഉൾപ്പെടുത്തി കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കാസർഗോഡ് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം AKGCA സംസ്ഥാന ജനറൽ സെക്രട്ടറി സണ്ണി ചിന്നിക്കര നിർവഹിച്ചു. കരാർ മേഖല ആകെ തന്നെ വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ മീറ്റിംഗ് നടക്കുന്നത്. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണോ നമ്മൾ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ സ്വയം വിമർശനം നടത്തണം. ഇത്രത്തോളം പ്രശ്നങ്ങളുള്ള സമയത്ത് 24,000 രൂപയാണ് ആഴ്ചയിൽ എടുക്കാൻ കഴിയുള്ളൂ. നമുക്ക് മണ്ണ് എടുക്കാൻ കഴിയുന്നില്ല, ആവശ്യത്തിന് കരിങ്കല്ല് ലഭിക്കുന്നില്ല. അങ്ങനെ ഒട്ടേറെ പ്രതിസന്ധി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് സ്വയം വിമർശനപരമായിട്ട് പരിശോധിക്കുക. എങ്ങനെയാണ് നമ്മൾ ഇത്രയധികം ബിലോ വർക്കുകൾ എഴുതുന്നത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. K. മൊയ്തീൻ കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു.
MA നാസർ, ശ്രീകണ്ഠൻ നായർ, TK നസീർ, E അബൂബക്കർ, ഷാഫി ഹാജി, ബെർക്ക അബ്ദുള്ള കുഞ്ഞി, CA അബ്ദുള്ള കുഞ്ഞി, മാർക്ക് മുഹമ്മദ് കുഞ്ഞി, VM സിദ്ദിഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്നേഹാദരം 2017 സംഘടിപ്പിച്ചു. സംസ്ഥാന ഭാരവാഹികൾക്കുള്ള സ്നേഹാദരം 2017 കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഈ കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളില്ലെങ്കിൽ കേരളത്തിൽ ആർക്കും നിലനിൽക്കുവാൻ സാധിക്കുകയില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് വലിയ പണക്കാർക്കായാലും പാവങ്ങൾക്കായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായാലും ജനപ്രതിനിധികളായ ഞങ്ങൾക്കായാലും നിങ്ങളുടെ സഹകരണമില്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ജില്ലാ പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ AP അഹമ്മദ് കോയ, TP ബാലൻ, P ശംസുദ്ദീൻ, CP മുഹമ്മദ് ഹാജി, P രവീന്ദ്രൻ, PK സന്തോഷ് കുമാർ, N രാധാകൃഷ്ണൻ, ജലാൽ അബ്ദുള്ള, മുരളീധരൻ ജവഹർ തുടങ്ങിയവർ സംസാരിച്ചു. സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം പ്രവർത്തനം തുടങ്ങി. ചെമ്മട്ടംവയൽ സയൻസ് പാർക്കിന് സമീപം നടന്ന ചടങ്ങിൽ മന്ത്രി C രവീന്ദ്രനാഥ് അക്കാദമി ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് അക്കാദമി കാഞ്ഞങ്ങാട്ട് കൊണ്ടുവന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജില്ലയിൽ നിന്ന് മിടുക്കന്മാരെ സൃഷ്ടിക്കാനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാദമി കാസർഗോഡ് കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിവിൽ സർവീസ് കോച്ചിംഗ് മാത്രമല്ല മറ്റു പരിശീലനങ്ങളും ഇവിടെ വിദ്യാർത്ഥികൾക്ക് നൽകപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം നിറഞ്ഞ കയ്യടികളോടെയാണ് കാഞ്ഞങ്ങാട്ടെ പൗരാവലി സ്വീകരിച്ചത്. സിവിൽ സർവീസ് അക്കാദമി മറ്റ് പല ജില്ലകളിലും വളരെ സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. അപ്പോഴാണ് സംസ്ഥാന സർക്കാർ ഇത് രണ്ടും ചേർന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൊതുവിദ്യാഭ്യാസ മേഖല പോലെ ലോകത്തിൻ്റെ മാതൃകയാക്കി ലോകത്തിൻ്റെ നെറുകയിൽ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു കർമ്മ പദ്ധതി, ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ തീരുമാനിച്ചു. കോളേജുകളെയും സർവകലാശാലകളെയും ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയും എല്ലാം ചേർത്ത് സമഗ്രമായിട്ടുള്ളൊരു പരിപാടി തയ്യാറാക്കി കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൂടി ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാൻ തീരുമാനിച്ചു. റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ അധ്യക്ഷനായി. ഡോക്ടർ GS ഗിരീഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. P കരുണാകരൻ മുഖ്യാതിഥിയായി. MLA-മാരായ M രാജഗോപാലൻ, K കുഞ്ഞിരാമൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, RDO PK ജയശ്രീ എന്നിവർ സംസാരിച്ചു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലേഖ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M ഗൗരി, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP ജാനകി, മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് C പ്രഭാകരൻ, ഗംഗാ രാധാകൃഷ്ണൻ, MP ജാഫർ, TB ഭാഗീരഥി, N ഉണ്ണികൃഷ്ണൻ എന്നിവർ സംബന്ധിച്ചു. നഗരസഭാ ചെയർമാൻ BB രമേശൻ സ്വാഗതവും വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ മഹമ്മൂദ് മുറിയനാവി നന്ദിയും പറഞ്ഞു. ഇരിയയിലെ സായി ഗ്രാമത്തിൽ ബഡ് സ്കൂളിന്റെ നിർമ്മാണം തുടങ്ങി. വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. ഇരിയയിലെ സായി ഗ്രാമത്തിൽ ബഡ്സ് സ്കൂളിന് തറക്കല്ലിട്ടു. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 36 കുടുംബങ്ങൾക്കാണ് സായി ഗ്രാമത്തിൽ വീടുകൾ നൽകുന്നത്. 19-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വീടുകളുടെ താക്കോൽ വിതരണം നിർവഹിക്കും. സായി ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ് ബഡ്സ് സ്കൂളിന് തറക്കല്ലിട്ടു. എന്നാൽ നമ്മുടെ ലോകത്ത് മൊത്തമുള്ള വെള്ളത്തിൻ്റെ അളവിന് ഇഷ്ടവും എന്ന തന്മാത്രയുടെ അളവിൽ ഒരു കുറവും ഇല്ലാതെ ഇതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം എന്തെങ്കിലും കുറേശ്ശെ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് വരുന്നുണ്ട്. അത് ആവാസ വ്യവസ്ഥകളെ നശിപ്പിച്ചുകൊണ്ടാണ് എന്ന ഉത്തരത്തിലേക്ക് നമ്മളെ എത്തിക്കണം. എങ്കിൽ നമ്മുടെ കടമയാണ് ആവാസ വ്യവസ്ഥകളെ പുനഃസൃഷ്ടിക്കലാണ് നമ്മുടെ ജീവിത ചുമതല. K കുഞ്ഞിരാമൻ MLA അധ്യക്ഷനായി. എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, പുല്ലൂപ്പരിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK രവീന്ദ്രാക്ഷൻ, ദാമോദരൻ ആർക്കിടെക്ട് അഡ്വക്കേറ്റ് K മധുസൂദനൻ തുടങ്ങിയവർ സംസാരിച്ചു.
മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിക്കും. ഇതോടൊപ്പം പ്രചരണ ജാഥയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ ക്യാൻസർ തുടങ്ങിയ രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനുവരി 23-ന് മംഗൽപാടിയിലും 24-ന് മഞ്ചേശ്വരത്തും ബോധവൽക്കരണ ക്യാമ്പ് നടത്തും. ഇതിന്റെ മുന്നോടിയായി ജനുവരി 20, 21 തീയതികളിൽ പ്രചരണ ജാഥ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ക്യാൻ വിക്കാൻ എന്ന് പറയുന്ന ക്യാൻസറിനെ നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന ഒരു മുദ്രാവാക്യത്തോടു കൂടി ജനുവരി മാസം 23, 24 തീയതികളിലായി മംഗൽപാടി CSCയിലും മഞ്ചേശ്വരം CSCയിലായി മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്തിൻ്റെയും മംഗൽപാടി ഗ്രാമപഞ്ചായത്തിൻ്റെയും 20,000-ഓളം വീടുകളിലേക്ക് പ്രത്യേകം പരിശീലനം നൽകിയ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വനിതാ വളണ്ടിയർ ടീം വീട് വീടാന്തരം കയറി പരിശോധിച്ച് ക്യാൻസർ ലക്ഷണം കാണുന്ന ആളുകളെ ഈ ക്യാമ്പിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ക്യാൻസർ നിർണയ ക്യാമ്പാണ് 2 ദിവസങ്ങളിലായി നടക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AKM അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ അസീസ് ഹാജി, മമത ദിവാകർ, മുസ്തഫ ഉദ്യാവാര, സദാശിവ, മോഹന തുടങ്ങിയവർ സംബന്ധിച്ചു. മഞ്ചേശ്വരം സൂര്യബൈലു ഉസ്താദിന്റെ ആണ്ട് നേർച്ചയും ജലാലിയത്ത് റാത്തിബും ജനുവരി 19-ന് സംഘടിപ്പിക്കും. ഉപ്പള മണ്ണംകുഴിയിലായിരിക്കും പരിപാടിയെന്ന് മഞ്ചേശ്വരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. സൂര്യബൈലു ഉസ്താദിന്റെ പേരിൽ എല്ലാ വർഷവും നടത്തിവരുന്ന ആണ്ട് നേർച്ചയും ജലാലിയത്ത് റാത്തിബും ഇത്തവണ ഉസ്താദിന്റെ 15ാം വാർഷിക ദിനമായ ജനുവരി 19-ന് മണ്ണംകുഴിയിലുള്ള ഉസ്താദിന്റെ വസതിയിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വർഷത്തെ ആത്മീയ സദസ്സ് 19-ാം തീയതി വ്യാഴം അസ്തമിച്ച് വെള്ളിയാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ബഹുമാന്യരായ കുമ്പോൾ സാദാത്യങ്ങളുടെയും ഒരുപാട് പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും നേതൃത്വത്തിൽ സൂര്യബൈലു ഉസ്താദിൻ്റെ മർഹൂം സൂര്യബൈലു ഉസ്താദിൻ്റെ ആ വീട്ടിൽ തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്വാദിഖ് തങ്ങൾ കുമ്പോളിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയിൽ PA അബ്ദുറഹ്മാൻ സാഖഫി അൽ ജുനൈദി പ്രാർത്ഥനാ ചടങ്ങ് നിർവഹിക്കും. പരിപാടിയിൽ അബ്ദുൽ മുസ്ലിയാർ ഉപ്പള മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ C. അബ്ദുൽ മുസ്ലിയാർ, CH യൂസഫ് മദനി, അബ്ദുൽ റഷീദ് ഹനീഫി, അബ്ദുൽ മജീദ്, അബ്ദുൽ ജലീൽ, അബ്ദുൽ റഹീം തുടങ്ങിയവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെറുവത്തൂരിൽ മണ്ഡലം കൺവെൻഷൻ നടത്തി. DCC വൈസ് പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യ രാജ്യത്തിലായാലും കേരളത്തിലായാലും യൂത്ത് കോൺഗ്രസ് അന്നും ഇന്നും എന്നും യുവാക്കളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുകയും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ സമരമുഖത്ത് നിന്ന പോരാട്ടങ്ങൾ നടത്തിയ വളരെ പ്രധാനപ്പെട്ട രാജ്യത്തെ യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. BJPയുടെയും സംഘപരിവാറുകളുടെയും നേതാക്കൾ ഇന്ത്യയിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുകയാണെന്നും രാഷ്ട്രപിതാവിനെ അവഹേളിക്കുന്ന വാക്കുകളും പ്രവൃത്തിയും തുടർന്നാൽ ജനങ്ങൾ നേരിടുന്ന സാഹചര്യമുണ്ടാകുമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കോൺഗ്രസ് നേതാവ് പറഞ്ഞു. TV ശ്രീജിത്ത് അധ്യക്ഷനായിരുന്നു. മണ്ഡലം പ്രസിഡന്റ് അച്ചാംതുരുത്തിയിലെ PV സത്യനാഥൻ ചടങ്ങിൽ സ്ഥാനം ഏറ്റെടുത്തു. സാജിദ് മൗവൽ മുഖ്യപ്രഭാഷണം നടത്തി. KV സുധാകരൻ, CP കൃഷ്ണൻ, V നാരായണൻ, ശ്രീജിത്ത് മാടക്കാൽ, പ്രശാന്ത് സെബാസ്റ്റ്യൻ, രജീഷ് കൈതക്കാട് എന്നിവർ സംസാരിച്ചു. പുതിയ പുസ്തകം പുതിയ വായന എന്ന പേരിൽ ജില്ലാ ലൈബ്രറി കൗൺസിലിന് പുതിയ പദ്ധതി. ചെറുവത്തൂർ കണ്ണംകുളം VV സ്മാരക വായനശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം K സത്യഭാമ പുസ്തക ചർച്ച ഉദ്ഘാടനം ചെയ്തു. വായന പുഷ്ടിപ്പെടുത്താനുള്ള ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ പുതിയ പുസ്തകം പുതിയ വായന എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കണ്ണംകുളം VV സ്മാരക വായനശാല ഗ്രന്ഥാലയം പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. ഗ്രന്ഥാലയം പ്രസിഡന്റ് K ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. K ഗണേശൻ, VV അരവിന്ദാക്ഷൻ, ശശികുമാർ, K സുജാത എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയം സെക്രട്ടറി K ഉണ്ണികൃഷ്ണൻ സ്വാഗതവും TV രജിത നന്ദിയും പറഞ്ഞു. അംബുജാക്ഷൻ മാസ്റ്റർ ആരാച്ചാർ എന്ന നോവലിനെ പരിചയപ്പെടുത്തി. ഒരാളെ നന്നാക്കിയെടുക്കാനുള്ള കേന്ദ്രങ്ങളായിരിക്കണം എന്നാണ് പുതിയ കാഴ്ചപ്പാട്. ഒരാളെ കൊല്ലുന്നതോടുകൂടി അയാൾ അവസാനിക്കുകയാണ്, പക്ഷേ അയാൾ ഒരിക്കലും നന്നാവുന്നില്ല എന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് ഒരാളെ കൊല്ലുക ശാസ്ത്രീയമല്ല, കാലത്തിന് യോജിച്ചതല്ല. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരാളെ തിരുത്താനുള്ള, കറക്ഷൻ നടത്താനുള്ള കേന്ദ്രമാണ് ജയിൽ
എന്ന ഒരു സങ്കല്പത്തിലേക്ക് നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എല്ലാ ഭാഗത്തു നിന്നും ഇപ്പോൾ പലർക്കും അതിന് എതിരഭിപ്രായം ഉണ്ടാവാം. ഗോവിന്ദച്ചാമിയെ നന്നാക്കിയെടുക്കണോ മാഷേ എന്നായിരിക്കും ഇത് കേട്ടോണ്ടിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുക. അപ്പൊ അയാൾ നന്നാവോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു കുറ്റം ചെയ്യുന്ന ഒരാൾ ആ കുറ്റത്തിന്റെ മാനസികാവസ്ഥ വെച്ചുകൊണ്ട് അയാളെ തിരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനെ നേർവഴിക്ക് നയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഉത്തമം എന്ന് കൃത്യമായി ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ചർച്ചകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നടന്ന പുസ്തക ചർച്ചയിൽ KV ശോഭന, പ്രേമ വേണുഗോപാൽ, P രജനി എന്നിവർ പങ്കെടുത്തു. ബാലവേദി ഫുട്ബോൾ ടീമിലെ അതുൽ റാം, അമൽകൃഷ്ണൻ, അഭിജിത്ത്, അഭിരാം എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു. കിനാനൂർ കരിന്തളത്തെ കുമ്പളപ്പള്ളിയിൽ ലീഡർ K കരുണാകരന്റെ നാമധേയത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. കുമ്പളപ്പള്ളി ചീറ്റമൂല പെരിയങ്ങാനം റോഡ് ജംഗ്ഷനിലാണ് രാഷ്ട്രീയ രംഗത്തെ ഒരേയൊരു ലീഡറും മുൻ മുഖ്യമന്ത്രിയുമായ K കരുണാകരന്റെ സ്മാരകമായി കുമ്പളപ്പള്ളി ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി ബസ് വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ബസ് വെയിറ്റിംഗ് ഷെഡ് ഉദ്ഘാടനം ചെയ്തു. ഒരുപക്ഷെ ഒത്തുവന്നെന്ന് വരില്ല, പക്ഷെ ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ നമ്മൾ പേര് കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ KK നാരായണനോടും ശ്രീ മനു തോമസോടും ഈ പ്രദേശത്തെക്കുറിച്ചും ശ്രീ രാജു കട്ടകയത്തെ ശ്രീ ഹരീഷ് P നായരോടും ജില്ലാ പഞ്ചായത്ത് അംഗവും അന്നത്തെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നുള്ളതിൽ ആ പ്രദേശത്ത് കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിന്റെ പേരുകൾ ആവശ്യപ്പെടുകയും ആ പേരുകൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ആ പേരുകൾ അവിടെ കൊടുക്കുകയും പിന്നീട് ശ്രീ CV ഭാവനേട്ടൻ. തുടർന്ന് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം KPCC മെമ്പർ KK നാരായണൻ ഉദ്ഘാടനം ചെയ്തു. AV രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. CV ഗോപകുമാർ, ഹരീഷ് P നായർ, കുഞ്ഞിരാമൻ മാസ്റ്റർ, CV ഭാവനൻ, P ശശീന്ദ്രൻ, CO സജി, കേശവപ്രസാദ്, രജനൻ, മനോജ് തോമസ്, ചിലങ്ക തമ്പാൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാസർഗോഡ് നഗരസഭയിലെ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി. CDS മുൻ മെമ്പർ സെക്രട്ടറിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച്. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് കോർഡിനേഷൻ കാസർഗോഡ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സിവിൽ സർവീസ് അക്കാദമി ഉപകേന്ദ്രം കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിൽ പ്രവർത്തനം ആരംഭിച്ചു. സായി ഗ്രാമത്തിൽ ബഡ് സ്കൂളിന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചു. തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചത് വിദ്യാഭ്യാസ മന്ത്രി C രവീന്ദ്രനാഥ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.